കെഎസ്ആർടിസി എന്ന ട്രേഡ് മാർക്കിന് വേണ്ടിയുള്ള നിയമപോരാട്ടത്തിൽ കർണാടകയ്ക്ക് നേട്ടം. കേരളത്തിന്റെ ഹർജി തള്ളി കെഎസ്ആർടിസി എന്ന പേര് കർണാടകത്തിനും ഉപയോഗിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു. കെഎസ്ആർടിസി എന്ന ചുരുക്കപ്പേര് തങ്ങൾക്ക് മാത്രം അനുവദിക്കണമെന്ന് കാണിച്ച് കെഎസ്ആർടിസി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ കർണാടകത്തിന് പേര് ഉപയോഗിക്കുന്നതിനുള്ള നിയമതടസ്സങ്ങൾ നീങ്ങി. 2013 ജനുവരിയിൽ കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ കർണാടകം കെഎസ്ആർടിസി എന്ന ചുരുക്കപ്പേരും ലോഗോയും രജിസ്റ്റർ ചെയ്തോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. 4 പതിറ്റാണ്ടോളം കാലമായി ഇരു സംസ്ഥാനങ്ങളും കെഎസ്ആർടിസി എന്ന പേര് ഉപയോഗിക്കുകയും ഇതിന് കീഴിൽ വിവിധ ബ്രാൻഡുകളിലായി സർവീസുകൾ നടത്തുകയും ചെയ്തുവന്നിരുന്നു. എന്നാൽ 2021 ഓടെയാണ് ചുരുക്കപ്പേർ ട്രേഡ് മാർക്കായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങുന്നത്. ട്രേഡ് മാർക്ക് രജിസ്ട്രി അതിന്റെ ഉത്തരവിൽ കെഎസ്ആർടിസി എന്ന ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ തങ്ങൾക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂവെന്നും കർണാടകയ്ക്ക് അതിൽ അവകാശമില്ലെന്നും കാണിച്ച് കേരള കോർപ്പറേഷൻ അവകാശവാദം ഉന്നയിച്ചതോടെയാണ് പുതിയ പ്രശ്നമുണ്ടായത്. ട്രേഡ് മാർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന് കാണിച്ച് കേരളം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ ഹർജി നൽകി. വിവാദമായതിന് പിന്നാലെ കേരളത്തിന്റെ അവകാശവാദം തള്ളി കർണാടകയും രംഗത്ത് വരികയായിരുന്നു. ഈ ബോർഡ് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതിന് പിന്നാലെ വിഷയം മദ്രാസ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. കേരളം സമർപ്പിച്ച ഹർജി 2023 ഡിസംബർ 12 ജസ്റ്റിസ് സെന്തിൽകുമാർ രാമമൂർത്തി തള്ളുകയായിരുന്നു. ട്രേഡ് മാർക്ക് 12 വകുപ്പ് പ്രകാരം സമർപ്പിച്ച ഹർജിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഈ വകുപ്പ് അനുസരിച്ച് പ്രത്യേക സാഹചര്യങ്ങളിൽ സമാന ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ കാര്യത്തിൽ ഒന്നിലധികം കമ്പനികൾ സമാനമായ വ്യാപാരമുദ്ര രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് രജിസ്ട്രാർക്ക് അർഹതയുണ്ടെന്നായിരുന്നു കേരളത്തിന്റെ വാദം. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് കേരളത്തിന്റെ വാദങ്ങൾ കോടതി തള്ളിയത്. 2013 തങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ നിന്നും സർട്ടിഫിക്കേഷൻ സ്വീകരിച്ചിരുന്നുവെന്ന് കർണാടക ആർടിസി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കെഎസ്ആർടിസി എന്ന ചുരുക്കപ്പേരിന് പുറമെ ലോഗോയ്ക്കും കോപ്പിറൈറ്റ് വാങ്ങിയിരുന്നുവെന്നും കർണാടകം അവകാശപ്പെട്ടു. കേരളം 2015 മാത്രമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനായി എത്തിയതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മദ്രാസ് ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും കർണാടകം വ്യക്തമാക്കുന്നു. 1965 ഏപ്രിൽ 1 കേരളം കെഎസ്ആർടിസി സർവീസുകൾ തുടങ്ങുന്നത്. ഇതിന് 10 വർഷത്തിന് ശേഷമാണ് കർണാടകം ട്രാൻസ്പോർട്ട് സർവീസ് തുടങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ഈ പേരിന്റെ അവകാശം കേരളത്തിനാണെന്ന് കേരളം അവകാശപ്പെട്ടത്. അതേസമയം തങ്ങൾ ചുരുക്കപ്പേര് ഉപയോഗിക്കുന്നത് 4 പതിറ്റാണ്ടോളം ഉപയോഗിക്കുന്നുവെന്നും എന്നാൽ കേരളം എതിർത്തിട്ടില്ലെന്നും കർണാടകം ചൂണ്ടിക്കാണിച്ചു.